ഹായ് ഹലോ ക്രിയേറ്റിവിറ്റിയിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു ഫിഷിംഗ് സ്പോട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ കാണാൻ പോകുന്നത്. ഈ ഫിഷിംഗ് സ്പോട്ട് എവിടെയെന്നാൽ സൂര്യകോട് ഫാത്തിമ നഗർ ലൊക്കേഷനിലാണ്. സമയം കിട്ടുമ്പോഴെല്ലാം എൻ്റെ ഫ്രണ്ട്സുകൾ ഇവിടെ വന്ന് ചൂണ്ടയ്ക്ക് മീൻ പിടിക്കാറുണ്ട്. ഒരു 2 വർഷത്തേക്ക് മുമ്പ് ഇവിടെ മീനിടാൻ കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരിട്ട മീന് വളർന്നതിന് ശേഷം അവർ വന്ന് പിടിച്ചോണ്ട് പോയി. അപ്പോൾ അവരുടെ കോൺട്രാക്ട് കഴിഞ്ഞു. അവർ പിടിച്ചോണ്ട് പോയതിന് ശേഷം ബാലൻസ് ഈ കുട്ടയിലൊട്ടിയ മീനുകളുണ്ടല്ലോ, ആ മീനാണ് ഇവിടെ ഉള്ളത്. അതാണ് എൻ്റെ ഫ്രണ്ട്സുകൾ വന്ന് ചൂണ്ടയ്ക്ക് പിടിക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന മീനിന്റെ പേരറിയത്തില്ല, അറിഞ്ഞവരൊന്ന് കമന്റ് ചെയ്തേക്കണേ. ഈ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്ന ഈ പുള്ളിക്കാരൻ ഒരു 5 കിലോ സൈസുള്ള മീൻ പിടിക്കാതെ ഇവിടെ നിന്ന് പോവത്തില്ലെന്നുള്ള ഒരു വാശിയിലാണ് പുള്ളിക്കാരൻ വന്നിട്ടുള്ളത്. അങ്ങനെ പുള്ളി പറഞ്ഞ ആഗ്രഹം നടക്കുവോ ഇല്ലയെന്ന് വിചാരിച്ചോണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ആ പുള്ളിക്കാരൻ ഇട്ട ചൂണ്ടയ്ക്ക് മീൻ കൊത്തി കേട്ടോ. അങ്ങനെ കൊത്തിയ മീൻ വലിച്ചെടുക്കുന്ന സീനാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കൂടെ കാണുന്നത്. അങ്ങനെ മീനിനെ വലിച്ച് കരയ്ക്ക് ആക്കിയപ്പോഴാണ് അറിയുന്നത് അത് 5 കിലോ മീനൊന്നും അല്ല. ആ ചൂണ്ടയ്ക്ക് കിട്ടിയ മീൻ ഒരു കെണ്ട മീനാണ് കിട്ടിയത്. ഞങ്ങളുടെ സ്ഥലത്ത് ഈ മീനിന്റെ കെണ്ട മീൻ എന്നാണ് പറയുന്നത്. ഇത് നമ്മളെ കുത്തുന്ന മീനാണ് കേട്ടോ. ഇത് കൊട്ടുമ്പോൾ നല്ല പെയിനായിരിക്കും കേട്ടോ. ഞങ്ങളുടെ ഒപ്പം മീൻ പിടിക്കാൻ ഒരു ചങ്ങാതി കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ചങ്ങാതിയും ഫിഷെല്ലാം പിടിക്കുന്ന ഒരു പുള്ളിയാണ്. പുള്ളിക്കാരായിട്ട ചൂണ്ടയ്ക്ക് ഒരു മീൻ കൊത്തിയായിരുന്നു. ആ ചങ്ങാതിയുടെ ചൂണ്ടയ്ക്ക് കൊത്തിയ മീനാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഞങ്ങൾ ആഗ്രഹിച്ചു വന്നതുപോലെ വലിയ മീനുകളൊന്നും ചൂണ്ടയ്ക്ക് കൊത്തുന്നില്ല. ചെറിയ ചെറിയ മീന് ചൂണ്ടയ്ക്ക് കൊത്തുന്നുള്ളൂ. വലിയ മീൻ പിടിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷിച്ചല്ല ഇവിടെ വരുന്നത്. വലിയ മീൻ കിട്ടിയാൽ ഞങ്ങൾ കൊണ്ടുപോകും, അത് വേറെ. കുറച്ചു നേരം ഈ പ്രകൃതിയുടെ കൂടെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ വരുന്നത്. ഇവിടെ എല്ലാവരുടെ ജീവിതങ്ങളിലും ഈ ഡിപ്രഷൻസ്, ടെൻഷൻസ് എല്ലാം ഉള്ളവരാണ്. നമുക്ക് കിട്ടുന്ന ശകല നേരം ഈ പ്രകൃതിയുടെ കൂടെ എല്ലാം ഇരുന്നാലേ നമുക്ക് വരുന്ന ഈ ഡിപ്രഷൻസ് എല്ലാം നമുക്ക് മാറി കിട്ടേണ്ട സാധ്യതകളുണ്ട്. എനിക്കങ്ങനെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ഫീൽ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അങ്ങനെ എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ട് ഈ വീഡിയോ ഇവിടെ ഫൈനപ്പ് ചെയ്യാണ്. ഇനി അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാമേ. ടാറ്റാ, ബൈ, സീ യു.